നമസ്കാരം, എല്ലാവർക്കും PSC ഈസി സക്സസിലേക്ക് സ്വാഗതം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 052/2019 052/2019 വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ VEO. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം സോൾവ് ചെയ്ത് അപ്ലോഡ് ചെയ്തിരുന്നു. ഇനി അതിൻ്റെ റിമൈനിങ് ആയിട്ടുള്ള ബാക്കി ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 21 മുതലാണ്. വേർഷൻ A ആണ്. 052/2019M വേർഷൻ A. സ്റ്റാർട്ടിംഗ് ഫ്രം ക്വസ്റ്റ്യൻ നമ്പർ 21. ഒരു പ്രദേശത്ത് ഹ്രസ്വകാലയളവിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേര്. ഓപ്ഷൻ എ ദിനാന്തരീക്ഷ സ്ഥിതി, ഓപ്ഷൻ ബി താപം, ഓപ്ഷൻ സി അന്തരീക്ഷ മർദ്ദം, ഓപ്ഷൻ ഡി ആർദ്രത. ആൻസർ അന്തരീക്ഷ മർദ്ദം, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഒരു പ്രദേശത്ത് ഹ്രസ്വകാലയളവിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അന്തരീക്ഷ മർദ്ദം. 22. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് ഏത്? ഓപ്ഷൻ എ പാഞ്ചാലം, ഓപ്ഷൻ ബി കോസലം, ഓപ്ഷൻ സി മഗധ, ഓപ്ഷൻ ഡി ഗാന്ധാരം. ആൻസർ മഗധ. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് ഏത്? മഗധ. 23. അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 24. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഓപ്ഷൻ എ അനിമോമീറ്റർ, ഓപ്ഷൻ ബി വിൻവെയിൽ, ഓപ്ഷൻ സി തെർമോമീറ്റർ, ഓപ്ഷൻ ഡി രസബാരോമീറ്റർ. ആൻസർ രസബാരോമീറ്റർ, മെർക്കുറി ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? രസബാരോമീറ്റർ. 25. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ എ മെക്കാളെ പ്രഭു, ഓപ്ഷൻ ബി വില്യം ജോൺസ്, ഓപ്ഷൻ സി ജൊനാഥൻ ഡങ്കൻ, ഓപ്ഷൻ ഡി വാറൻ ഹാസ്റ്റിങ്സ്. ആൻസർ ജൊനാഥൻ ഡങ്കൻ. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആര്? ജൊനാഥൻ ഡങ്കൻ. 26. ഇത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. 26th ക്വസ്റ്റ്യൻ. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ഓപ്ഷൻ എ ഗോപാലകൃഷ്ണ ഗോഖലെ, ഓപ്ഷൻ ബി ബങ്കിം ചന്ദ്ര ചാറ്റർജി, ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്ര ബോസ്, ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജി. ആൻസർ ദാദാഭായ് നവറോജി. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ദാദാഭായ് നവറോജി. 27. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരം, ഓപ്ഷൻ ബി നിസ്സഹകരണ സമരം, ഓപ്ഷൻ സി ഖിലാഫത്ത് പ്രസ്ഥാനം, ഓപ്ഷൻ ഡി സിവിൽ നിയമ ലംഘനം. ആൻസർ നിസ്സഹകരണ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? നിസ്സഹകരണ സമരം. ക്വസ്റ്റ്യൻ നമ്പർ 28. രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്നത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ ജെർമി ബെന്താം, ഓപ്ഷൻ ബി അരിസ്റ്റോട്ടിൽ, ഓപ്ഷൻ സി പ്ലേറ്റോ, ഓപ്ഷൻ ഡി സോക്രട്ടീസ്. ആൻസർ ജെർമി ബെന്താം. രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്നത് ആരുടെ വാക്കുകളാണ്? ജെർമി ബെന്താം. ഇനി 29th ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 30. ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന ചാരനിറത്തിലുള്ള കൂനകൾ പോലുള്ള മേഘങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ക്യുമുലസ് മേഘങ്ങൾ, ഓപ്ഷൻ ബി നിംബസ് മേഘങ്ങൾ, ഓപ്ഷൻ സി സിറസ് മേഘങ്ങൾ, ഓപ്ഷൻ ഡി സ്ട്രാറ്റസ് മേഘങ്ങൾ. ആൻസർ നിംബസ് മേഘങ്ങൾ. ആകാശത്ത് ഉയർന്നു നിൽക്കുന്ന ചാരനിറത്തിലുള്ള കൂനകൾ പോലുള്ള മേഘങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? നിംബസ് മേഘങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 31. കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായമായ കൊറിയർ നടപ്പിലാക്കിയ ഭരണാധികാരി ആര്? ഓപ്ഷൻ എ സുലൈമാൻ, ഓപ്ഷൻ ബി ചെങ്കിസ് ഖാൻ, ഓപ്ഷൻ സി ഹാറൂൺ അൽ റഷീദ്, ഓപ്ഷൻ ഡി ഷാലമീൻ. ആൻസർ ചെങ്കിസ് ഖാൻ. കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായമായ കൊറിയർ നടപ്പിലാക്കിയ ഭരണാധികാരി ആര്? ചെങ്കിസ് ഖാൻ. ക്വസ്റ്റ്യൻ നമ്പർ 32. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജയ് മഞ്ച്രേക്കറുടെ ആത്മകഥ ഏത്? ഓപ്ഷൻ എ സണ്ണി ഡേയ്സ്, ഓപ്ഷൻ ബി പ്ലേയിങ് ടു വിൻ, ഓപ്ഷൻ സി ഇംപെർഫെക്റ്റ്, ഓപ്ഷൻ ഡി ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ്. ആൻസർ ഇംപെർഫെക്റ്റ്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജയ് മഞ്ച്രേക്കറുടെ ആത്മകഥ ഏത്? ഇംപെർഫെക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 33. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്ന അന്തരീക്ഷ ഭാഗം ഏത്? ഓപ്ഷൻ എ അയണോസ്ഫിയർ,
ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ, ഓപ്ഷൻ സി മീസോസ്ഫിയർ, ഓപ്ഷൻ ഡി ഹോമോസ്ഫിയർ. അതിൻ്റെ ആൻസർ അയണോസ്ഫിയർ. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്ന അന്തരീക്ഷ ഭാഗം ഏത്? അയണോസ്ഫിയർ. ക്വസ്റ്റ്യൻ നമ്പർ 34. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏത്? ഓപ്ഷൻ എ ഹിമാചൽ, ഓപ്ഷൻ ബി കിഴക്കൻ മലനിരകൾ, ഓപ്ഷൻ സി ഹിമാദ്രി, ഓപ്ഷൻ ഡി ട്രാൻസ് ഹിമാലയൻ നിരകൾ. ആൻസർ ഹിമാദ്രി. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏത്? ഹിമാദ്രി. ക്വസ്റ്റ്യൻ നമ്പർ 35 ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 36. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിളവിനം ഏത്? ഓപ്ഷൻ എ ചോളം, ഓപ്ഷൻ ബി പരുത്തി, ഓപ്ഷൻ സി കരിമ്പ്, ഓപ്ഷൻ ഡി ചണം. ആൻസർ പരുത്തി. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിളവിനം ഏത്? പരുത്തി. ക്വസ്റ്റ്യൻ നമ്പർ 37. ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്കു ശേഷം പെയ്യുന്ന മഴയുടെ പേരെന്ത്? ഓപ്ഷൻ എ ശൈലവൃഷ്ടി, ഓപ്ഷൻ ബി ആലിപ്പഴ മഴ, ഓപ്ഷൻ സി ഉച്ചലിത വൃഷ്ടി, ഓപ്ഷൻ ഡി സംവഹന വൃഷ്ടി. ആൻസർ സംവഹന വൃഷ്ടി. ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്കു ശേഷം പെയ്യുന്ന മഴയുടെ പേരെന്ത്? സംവഹന വൃഷ്ടി. 38. 19-ാം നൂറ്റാണ്ടിൽ മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവ പുനർവിവാഹം എന്നീ പുരോഗതിക്കായി നിലകൊണ്ട പരിഷ്കരണ പ്രസ്ഥാനം ഏത്? ഓപ്ഷൻ എ സത്യശോധക് സമാജം, ഓപ്ഷൻ ബി പ്രാർത്ഥനാ സമാജം, ഓപ്ഷൻ സി സ്വാഭിമാന പ്രസ്ഥാനം, ഓപ്ഷൻ ഡി അലിഗഡ് പ്രസ്ഥാനം. ആൻസർ പ്രാർത്ഥനാ സമാജം. 19-ാം നൂറ്റാണ്ടിൽ മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവ പുനർവിവാഹം എന്നീ പുരോഗതിക്കായി നിലകൊണ്ട പരിഷ്കരണ പ്രസ്ഥാനം ഏത്? പ്രാർത്ഥനാ സമാജം. 39. യൂറോപ്യൻ വൻകരയിലെ ഏത് കാലാവസ്ഥയിലാണ് പൈൻ, ഫിർ തുടങ്ങിയ വൃക്ഷങ്ങൾ വളരുന്നത്? ഓപ്ഷൻ എ ടൈഗ, ഓപ്ഷൻ ബി തുന്ദ്ര, ഓപ്ഷൻ സി മെഡിറ്ററേനിയൻ, ഓപ്ഷൻ ഡി വൻകര കാലാവസ്ഥ. ആൻസർ ടൈഗ. യൂറോപ്യൻ വൻകരയിലെ ഏതു കാലാവസ്ഥയിലാണ് പൈൻ, ഫിർ തുടങ്ങിയ വൃക്ഷങ്ങൾ വളരുന്നത്? ടൈഗ. ക്വസ്റ്റ്യൻ നമ്പർ 40. ദീൻ ദയാൽ തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി പാരാദ്വീപ്, ഓപ്ഷൻ സി ചെന്നൈ, ഓപ്ഷൻ ഡി കാണ്ട്ല. ആൻസർ കാണ്ട്ല. ദീൻ ദയാൽ തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം കാണ്ട്ല. ക്വസ്റ്റ്യൻ നമ്പർ 41. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? അപ്പോൾ ഇതിൽ ഓപ്ഷൻസിൽ ഉള്ളത് മുൻപുണ്ടായിരുന്ന രഞ്ജൻ ഗൊഗോയിയാണ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ പ്രകാരം. പക്ഷേ ഇപ്പോൾ നിലവിൽ അത് ക്വസ്റ്റ്യൻ നടന്നിരുന്ന ആ ടൈമിലെയാണ്. ഇപ്പോൾ NV രാമണ്ണ, അദ്ദേഹമാണ് നിലവിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ക്വസ്റ്റ്യൻ നമ്പർ 42. ഇന്ത്യയിലെ നിലവിലുള്ള സോളിസിറ്റർ ജനറൽ ആരാണ്? ഓപ്ഷൻ എ തുഷാർ മേത്ത, ഓപ്ഷൻ ബി രഞ്ജിത് കുമാർ, ഓപ്ഷൻ സി മോഹൻ പരശരൻ, ഓപ്ഷൻ ഡി ഗോപാലസുബ്രഹ്മണ്യം. ആൻസർ തുഷാർ മേത്ത. ഇന്ത്യയിൽ നിലവിലുള്ള സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്ത. ക്വസ്റ്റ്യൻ നമ്പർ 43. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി ഏത്? ഓപ്ഷൻ എ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, ഓപ്ഷൻ ബി ഡോക്ടർ DS കോത്താരി കമ്മീഷൻ, ഓപ്ഷൻ സി ദേശീയ വിദ്യാഭ്യാസ നയം, ഓപ്ഷൻ ഡി ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. ആൻസർ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി ഏത്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. 44. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആര്? ഓപ്ഷൻ എ പഴശ്ശിരാജ, ഓപ്ഷൻ ബി പാലിയത്തച്ചൻ, ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ, ഓപ്ഷൻ ഡി മാർത്താണ്ഡവർമ്മ. ആൻസർ വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആര്? വേലുത്തമ്പി ദളവ. ക്വസ്റ്റ്യൻ നമ്പർ 45. വരിക വരിക സഹചരെ എന്നത് ആരുടെ വരികളാണ്? ഓപ്ഷൻ എ അംശി നാരായണപിള്ള, ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണമേനോൻ, ഓപ്ഷൻ സി ചങ്ങമ്പുഴ, ഓപ്ഷൻ ഡി എടശ്ശേരി ഗോവിന്ദൻ നായർ. ആൻസർ അംശി നാരായണപിള്ള. വരിക വരിക സഹചരെ എന്നത് ആരുടെ വരികളാണ്? അംശി നാരായണപിള്ള. ക്വസ്റ്റ്യൻ നമ്പർ 46. റോറിംഗ് ഫോർട്ടീസ് എന്നറിയപ്പെടുന്ന കാറ്റുകൾ ഏതാണ്? ഓപ്ഷൻ എ മൺസൂൺ കാറ്റുകൾ, ഓപ്ഷൻ ബി പശ്ചിമവാദങ്ങൾ, ഓപ്ഷൻ സി വാണിജ്യവാദങ്ങൾ, ഓപ്ഷൻ ഡി കാലികവാദങ്ങൾ. ആൻസർ പശ്ചിമവാദങ്ങൾ. റോറിംഗ് ഫോർട്ടീസ് എന്നറിയപ്പെടുന്ന കാറ്റുകൾ ഏതാണ്? പശ്ചിമവാദങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 47. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ മാനസ്, ഓപ്ഷൻ ബി ടീസ്ത,
ഓപ്ഷൻ സി സാങ്പോ, ഓപ്ഷൻ ഡി സുബാൻസിരി. ആൻസർ സാങ്പോ. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? സാങ്പോ. ക്വസ്റ്റ്യൻ നമ്പർ 48. അമേരിക്കൻ കമ്പനിയായ വാൾമാർട്ട് ഇന്ത്യയിലെ ഏത് കമ്പനിയെയാണ് ഏറ്റെടുത്തത്? ഓപ്ഷൻ എ ആമസോൺ, ഓപ്ഷൻ ബി ഹോം ഷോപ്പ്, ഓപ്ഷൻ സി സ്നാപ്ഡീൽ, ഓപ്ഷൻ ഡി ഫ്ലിപ്കാർട്ട്. ആൻസർ ഫ്ലിപ്കാർട്ട്. അമേരിക്കൻ കമ്പനിയായ വാൾമാർട്ട് ഇന്ത്യയിലെ ഏതു കമ്പനിയെയാണ് ഏറ്റെടുത്തത്? ഫ്ലിപ്കാർട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 49. മേഘരൂപീകരണം മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ മേഖല ഏത്? ഓപ്ഷൻ എ സ്ട്രാറ്റോസ്ഫിയർ, ഓപ്ഷൻ ബി ട്രോപ്പോസ്ഫിയർ, ഓപ്ഷൻ സി മീസോസ്ഫിയർ, ഓപ്ഷൻ ഡി തെർമോസ്ഫിയർ. ആൻസർ ട്രോപ്പോസ്ഫിയർ. മേഘരൂപീകരണം മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ മേഖല ഏത്? ട്രോപ്പോസ്ഫിയർ. ക്വസ്റ്റ്യൻ നമ്പർ 50. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏത്? ഓപ്ഷൻ എ ശാകുന്തളം, ഓപ്ഷൻ ബി രാമായണം, ഓപ്ഷൻ സി സംക്ഷേപ വേദാർത്ഥം, ഓപ്ഷൻ ഡി മഹാഭാരതം. ആൻസർ സംക്ഷേപ വേദാർത്ഥം. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏത്? സംക്ഷേപ വേദാർത്ഥം. ക്വസ്റ്റ്യൻ നമ്പർ 51. ഇന്ത്യയിലെ ഉപദ്വീപീയൻ നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? ഓപ്ഷൻ എ ഗോദാവരി, ഓപ്ഷൻ ബി മഹാനദി, ഓപ്ഷൻ സി നർമ്മദ, ഓപ്ഷൻ ഡി കൃഷ്ണ. ആൻസർ ഗോദാവരി. ഇന്ത്യയിലെ ഉപദ്വീപീയൻ നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? ഗോദാവരി. ക്വസ്റ്റ്യൻ നമ്പർ 52. ഇന്ത്യക്കകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനം ഏത്? ഓപ്ഷൻ എ സംഗീത നാടക അക്കാദമി, ഓപ്ഷൻ ബി സാഹിത്യ അക്കാദമി, ഓപ്ഷൻ സി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, ഓപ്ഷൻ ഡി ലളിതകലാ അക്കാദമി. ഇന്ത്യക്കകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനം ഏത്? ലളിതകലാ അക്കാദമി. ക്വസ്റ്റ്യൻ നമ്പർ 53. മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തും എന്ന കാഴ്ചപ്പാടോടെ അലിഗഡിൽ രൂപം കൊണ്ട വിദ്യാഭ്യാസ കേന്ദ്രം ഏത്? ഓപ്ഷൻ എ ജാമിയ മില്ലിയ ഇസ്ലാമിയ, ഓപ്ഷൻ ബി വിശ്വഭാരതി സർവകലാശാല, ഓപ്ഷൻ സി ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി, ഓപ്ഷൻ ഡി വനിതാ സർവകലാശാല. ആൻസർ ജാമിയ മില്ലിയ ഇസ്ലാമിയ. മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തും എന്ന കാഴ്ചപ്പാടോടെ അലിഗഡിൽ രൂപം കൊണ്ട വിദ്യാഭ്യാസ കേന്ദ്രം ഏത്? ജാമിയ മില്ലിയ ഇസ്ലാമിയ. ക്വസ്റ്റ്യൻ നമ്പർ 54. സിയാൽ എന്നറിയപ്പെടുന്ന വിമാനത്താവളം ഏതാണ്? ഓപ്ഷൻ എ ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളം, ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ഓപ്ഷൻ സി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, ഓപ്ഷൻ ഡി രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ആൻസർ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. സിയാൽ എന്നറിയപ്പെടുന്ന വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ക്വസ്റ്റ്യൻ നമ്പർ 55. സേവാസദൻ ആരുടെ കൃതിയാണ്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ ബി പ്രേംചന്ദ്, ഓപ്ഷൻ സി സുബ്രഹ്മണ്യ ഭാരതി, ഓപ്ഷൻ ഡി വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കൽ. ആൻസർ പ്രേംചന്ദ്. സേവാസദൻ ആരുടെ കൃതിയാണ്? പ്രേംചന്ദ്. 56. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ വാഷിംഗ്ടൺ, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി ബെർലിൻ, ഓപ്ഷൻ ഡി ജനീവ. ആൻസർ ജനീവ. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ഏതാണ്? ജനീവ. ക്വസ്റ്റ്യൻ നമ്പർ 57. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ലാല ലജപത് റായ്, ഓപ്ഷൻ ബി ബാൽ ഗംഗാധർ തിലക്, ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ ഡി ബിപിൻ ചന്ദ്ര പാൽ. ആൻസർ ബാലഗംഗാധര തിലക്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ബാലഗംഗാധര തിലക്. ക്വസ്റ്റ്യൻ നമ്പർ 58. കാർഷിക ഉൽപ്പാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയുടെ പേര്? ഓപ്ഷൻ എ ധവള വിപ്ലവം, ഓപ്ഷൻ ബി കാർഷിക വിപ്ലവം, ഓപ്ഷൻ സി വ്യാവസായിക വിപ്ലവം, ഓപ്ഷൻ ഡി ഹരിത വിപ്ലവം. ആൻസർ ഹരിത വിപ്ലവം. കാർഷിക ഉൽപ്പാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയുടെ പേര് ഹരിത വിപ്ലവം. ക്വസ്റ്റ്യൻ നമ്പർ 59. ലക്ഷദ്വീപ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ് ഏത്? ഓപ്ഷൻ എ കവരത്തി, ഓപ്ഷൻ ബി കൽപ്പേനി, ഓപ്ഷൻ സി ആന്ത്രോത്ത്, ഓപ്ഷൻ ഡി മിനിക്കോയ്. ആൻസർ ആന്ത്രോത്ത്. ലക്ഷദ്വീപ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ് ഏത്? ആന്ത്രോത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 60. ഇന്ത്യൻ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണറുടെ പേര്? ഓപ്ഷൻ എ ശക്തികാന്ത് ദാസ്, ഓപ്ഷൻ ബി ഊർജിത് പട്ടേൽ, ഓപ്ഷൻ സി രഘുറാം രാജൻ, ഓപ്ഷൻ ഡി സുബ്ബറാവു. ആൻസർ ശക്തികാന്ത് ദാസ്. ഇന്ത്യൻ റിസർവ് ബാങ്ക്
ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത് ദാസ്. ക്വസ്റ്റ്യൻ നമ്പർ 61. സമ്പാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആര്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ്, ഓപ്ഷൻ സി ലാലാ ലജ്പത് റായ്, ഓപ്ഷൻ ഡി ആനി ബെസന്റ്. ആൻസർ രാജാറാം മോഹൻ റോയ്. സമ്പാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആര്? രാജാറാം മോഹൻ റോയ്. ക്വസ്റ്റ്യൻ നമ്പർ 62. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി വയനാട്, ഓപ്ഷൻ ഡി മലപ്പുറം. ആൻസർ വയനാട്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? വയനാട്. ക്വസ്റ്റ്യൻ നമ്പർ 63. ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ഏത്? ഓപ്ഷൻ എ ഏഷ്യ, ഓപ്ഷൻ ബി ആഫ്രിക്ക, ഓപ്ഷൻ സി അന്റാർട്ടിക്ക, ഓപ്ഷൻ ഡി യൂറോപ്പ്. ആൻസർ ഏഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ഏത്? ഏഷ്യ. ക്വസ്റ്റ്യൻ നമ്പർ 64. തന്നിട്ടുള്ള ഉപഗ്രഹങ്ങളിൽ സൗരസ്ഥിത ഉപഗ്രഹം ഏത്? ഓപ്ഷൻ എ ജിസാറ്റ്, ഓപ്ഷൻ ബി ഇൻസാറ്റ്, ഓപ്ഷൻ സി കെറോസാറ്റ്, ഓപ്ഷൻ ഡി ലാൻഡ്സാറ്റ്. ആൻസർ ലാൻഡ്സാറ്റ്. തന്നിട്ടുള്ള ഉപഗ്രഹങ്ങളിൽ സൗരസ്ഥിത ഉപഗ്രഹം ഏത്? ലാൻഡ്സാറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 65. സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ചാൾസ് ഡാർവിൻ, ഓപ്ഷൻ ബി റോബിൻ ജെഫ്രി, ഓപ്ഷൻ സി അഗസ്റ്റ് കോംതെ, ഓപ്ഷൻ ഡി ഡി പി മുഖർജി. ആൻസർ അഗസ്റ്റ് കോംതെ. സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? അഗസ്റ്റ് കോംതെ. ക്വസ്റ്റ്യൻ നമ്പർ 66. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം കൊണ്ട സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ എ ലോക്പാൽ, ഓപ്ഷൻ ബി വിവരാവകാശ കമ്മീഷൻ, ഓപ്ഷൻ സി ലോകായുക്ത, ഓപ്ഷൻ ഡി ഇ ഗവേണൻസ്. ആൻസർ ലോക്പാൽ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം കൊണ്ട സ്ഥാപനം ഏതാണ്? ലോക്പാൽ. ക്വസ്റ്റ്യൻ നമ്പർ 67. രാഷ്ട്രം ചരിത്ര സൃഷ്ടി എന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തം ഏത്? ഓപ്ഷൻ എ ദൈവദത്ത സിദ്ധാന്തം, ഓപ്ഷൻ ബി പരിണാമ സിദ്ധാന്തം, ഓപ്ഷൻ സി ശക്തി സിദ്ധാന്തം, ഓപ്ഷൻ ഡി സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം. ആൻസർ പരിണാമ സിദ്ധാന്തം. രാഷ്ട്രം ചരിത്ര സൃഷ്ടി എന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തം ഏത്? പരിണാമ സിദ്ധാന്തം. ക്വസ്റ്റ്യൻ നമ്പർ 68. ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി ദാദാഭായ് നവറോജി, ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെ, ഓപ്ഷൻ ഡി ചാൾസ് മെറ്റ്കാഫ്. ആൻസർ ചാൾസ് മെറ്റ്കാഫ്. ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തി ആരാണ്? ചാൾസ് മെറ്റ്കാഫ്. ക്വസ്റ്റ്യൻ നമ്പർ 69. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന മലയാളി ആര്? ഓപ്ഷൻ എ ചേറ്റൂർ ശങ്കരൻ നായർ, ഓപ്ഷൻ ബി കെ ബി മേനോൻ, ഓപ്ഷൻ സി കുഞ്ഞിരാമ കിടാവ്, ഓപ്ഷൻ ഡി കെ കേളപ്പൻ. ആൻസർ ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന മലയാളി ആര്? ഓപ്ഷൻ എ ചേറ്റൂർ ശങ്കരൻ നായർ. ക്വസ്റ്റ്യൻ നമ്പർ 70. സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ കുമാര ഗുരുദേവൻ നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏത്? ഓപ്ഷൻ എ അരയ സമാജം, ഓപ്ഷൻ ബി സമത്വ സമാജം, ഓപ്ഷൻ സി പ്രത്യക്ഷരക്ഷാ ദൈവസഭ, ഓപ്ഷൻ ഡി ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. ആൻസർ പ്രത്യക്ഷരക്ഷാ ദൈവസഭ. സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ കുമാര ഗുരുദേവൻ നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏത്? പ്രത്യക്ഷരക്ഷാ ദൈവസഭ. ക്വസ്റ്റ്യൻ നമ്പർ 71. പിക്ക് ഔട്ട് ദ സിനോണിം ഓഫ് ദ വേർഡ് ഡെപ്പോസിറ്ററി. ഓപ്ഷൻ എ ഇൻഹെറിറ്റർ, ഓപ്ഷൻ ബി വാർഡ്, ഓപ്ഷൻ സി പേട്രൺ, ഓപ്ഷൻ ഡി ട്രസ്റ്റി. ആൻസർ ട്രസ്റ്റി. ഡെപ്പോസിറ്ററി എന്ന വേർഡിൻ്റെ സിനോണിം അർത്ഥമായി വരുന്നത് ട്രസ്റ്റി. TRUSTEE. ഇനി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് 71 മുതലുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ് 72. ദ ഫിഫ്ത്ത് ചാപ്റ്റർ കംപ്രൈസസ് ഡാഷ് 3 സെക്ഷൻസ്. ഓപ്ഷൻ എ ഓഫ്, ഓപ്ഷൻ ബി വിത്ത്, ഓപ്ഷൻ സി നോ പ്രൊപ്പോസിഷൻ, ഓപ്ഷൻ ഡി ഓൺ. ആൻസർ നോ പ്രൊപ്പോസിഷൻ. ദ ഫിഫ്ത്ത് ചാപ്റ്റർ കംപ്രൈസസ് 3 സെക്ഷൻസ്. അവിടെ പ്രൊപ്പോസിഷൻ്റെ ആവശ്യമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 73. ആൻറ്റോണിം ഓഫ് അബോർട്ടീവ് ഈസ്. അല്ല ക്യാൻസൽ ആയിട്ടുണ്ട്, അതിൽ കൊടുത്തിട്ടില്ല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 74. ദ വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഹു ഡൗട്ട്സ് ഇൻ റിലീജിയസ് പ്രാക്ടീസസ്. ഓപ്ഷൻ എ സ്റ്റോയിക്, ഓപ്ഷൻ ബി സ്കെപ്റ്റിക്, ഓപ്ഷൻ സി theist, ഓപ്ഷൻ ഡി pantheist. ആൻസർ സ്കെപ്റ്റിക്. ദ വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഹു ഡൗട്ട്സ് ഇൻ റിലീജിയസ് പ്രാക്ടീസസ്, സ്കെപ്റ്റിക്. ക്വസ്റ്റ്യൻ നമ്പർ 75. ദ ഇഡിയം bury the hatchet means dash. Option A keep enmity, option B open enmity, option C stop enmity, option D have no enmity. Answer stop enmity. Bury the hatchet means
stop enmity. Question number 76. Victor seldom visits his uncle dash. Add a proper question tag. And answer does he. അപ്പോൾ സെൽഡം എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ്, അതുകൊണ്ട് തന്നെ ടാഗ് പോസിറ്റീവാണ്. വിസിറ്റ്സ് എന്ന് ആയതുകൊണ്ട് ഡസ്. ആൻസർ ഡസ് ഹി. വിക്ടർ സെൽഡം വിസിറ്റ്സ് ഹിസ് അങ്കിൾ. ഡസ് ഹി. Question number 77. Khalil Gibran is one of the greatest poets of the world. Pick out the comparative degree of the sentence. Option A. Khalil Gibran is greater than many other poets of the world. Option B. Khalil Gibran is greater than any other poet of the world. Option C. Khalil Gibran is greater than any other poets of the world. Option D. Khalil Gibran is the greatest poet of the world. അപ്പോൾ ഇതിൽ കമ്പാരിറ്റീവ് ഡിഗ്രി വരുമ്പോൾ ഗ്രേറ്റ് എന്നുള്ളതിൻ്റെ കമ്പാരിറ്റീവ് ഗ്രേറ്റർ ആണ്. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പോയറ്റ്സ് എന്ന് വന്നതുകൊണ്ട് തന്നെ അവിടെ മെനി വേണം. ഗ്രേറ്റർ ദാൻ്റെ കൂടെ മെനിയാണ് വരേണ്ടത്. ഖലീൽ ഗിബ്രാൻ ഈസ് ഗ്രേറ്റർ ദാൻ മെനി അതർ poets of the world. Option A. Many. M-A-N-Y. Khalil Gibran is greater than many other poets of the world. Question number 78. The passive form of I keep my books here is. അപ്പോൾ അതിൻ്റെ പാസീവ് ആൻസർ ആയിട്ട് പറയാം my books are kept here. Simple present tense ആണ്. I keep my books here. And the passive is my books are kept here. Question number 79. Pick out the correctly spelt word. Constellation, consistency, conspiracy, conservatory. അപ്പോൾ ഇതിൽ സ്പെല്ലിംഗ് കറക്റ്റ് കൊടുത്തിരിക്കുന്നത് കോൺസ്റ്റലേഷൻ്റെയാണ്. CONSTELLATION. അതാണ് കോൺസ്റ്റലേഷൻ. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ്. ബാക്കിയുള്ളതിനെല്ലാം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 80. We need 2 more players to dash the team. Supply suitable phrasal verb. Option A. Make out. Option B. Make up. Option C. Make for. Option D. Make off. Answer make up. We need 2 more players to make up the team. Question number 81. Spot the error part in the sentence. The principal was pleased that the students do not violate the rules of the college. നമ്മുടെ എറർ വന്നിരിക്കുന്നത് ഡു നോട്ട് വയലേറ്റ് എന്നുള്ളതാണ്. ദ പ്രിൻസിപ്പൽ വാസ് പ്ലീസ്ഡ് ദാറ്റ് ദ സ്റ്റുഡൻസ് ഡു നോട്ട് വയലേറ്റ്. അവിടെ വെർബ് പാസൻസി വന്നിട്ട് ഇവിടെ പ്രസൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ മിസ്റ്റേക്ക് ഡു നോട്ട് വയലേറ്റ് എന്നുള്ളിടത്താണ്. ക്വസ്റ്റ്യൻ നമ്പർ 82. വാട്ട് വിൽ യു ഡു ഡാഷ് നൗ ആൻഡ് 5 o'clock? ഓപ്ഷൻ എ ഫ്രം. ഓപ്ഷൻ ബി ബൈ. ഓപ്ഷൻ സി ദ. ഓപ്ഷൻ ഡി ബിറ്റ്വീൻ. ആൻസർ ബിറ്റ്വീൻ. വാട്ട് വിൽ യു ഡു ബിറ്റ്വീൻ നൗ ആൻഡ് 5 o'clock? രണ്ട് സമയങ്ങൾക്കിടയിൽ. അപ്പോൾ അവിടെ ബിറ്റ്വീൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 83. മെനി എ മിക്കിൾ ഡാഷ് എ മക്കൾ. സപ്ലൈ കറക്റ്റ് ടെൻസ് ഫോം. ഓപ്ഷൻ എ മേക്സ്. ഓപ്ഷൻ ബി മേക്കിംഗ്. ഓപ്ഷൻ സി മേക്ക്. ഓപ്ഷൻ ഡി മെയ്ഡ്. ആൻസർ മേക്സ്. മെനി എ മിക്കിൾ മേക്സ് എ മക്കൾ. Question number 84. The idiom lingua franca means dash. Option A. Common language. Option B. Foreign language. Option C. Official language. Option D. Ancient language. Answer common language. The idiom lingua franca means common language. Question number 85. The indirect form of the sentence I came here yesterday to get the work started, said Naveen, is and indirect form answer പറയാം. Naveen said that he had come there the day before to get the work started. Naveen said that he had come there. അപ്പോൾ I came here എന്നുള്ളതിന് he had come there past perfect. He had come there. Here എന്നുള്ളത് there ആയി. Yesterday എന്നുള്ളത് the day before to get the work started. Naveen said that he had come there the day before to get the work started. Option B. Question number 86. I drink tea. The sentence is a dash. Option A. Affirmative. Option B. Interrogative. Option C. Imperative. Option D. Exclamatory. Answer affirmative. I drink tea. Just ഒരു സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അഫർമേറ്റീവ് സെൻറ്റൻസ് ആണത്. അഫർമേറ്റീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് എന്നും പറയും. അഫർമേറ്റീവ് സെൻറ്റൻസ് ആണ്. Question number 87. Pick out the compound word. Option A. Unhappy. Option B. Revision. Option C. Birthday. Option D. Strengthen. Compound word birthday ആണ്. BIRTHDAY. Question number 88. If he had won the race, he dashed the champion. Option A. Would. Option B. Would have. Option C. Will be. Option D. Would have been. But if he had won the race, if clause type 3. അപ്പോൾ
he would have been. If he had won the race, he would have been the champion. Question 89. I went there yesterday. The sentence is the answer to the question dash. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്? ഓപ്ഷൻസിൽ 4 ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻ എ, ഹാവ് യു ഗോൺ ദെയർ. ഓപ്ഷൻ ബി, ഹാഡ് യു ഗോൺ ദെയർ. ഓപ്ഷൻ സി, ഹൗ ഓഫൺ ഡു യു ഗോ ദെയർ. ഓപ്ഷൻ ഡി, വെൻ ഡിഡ് യു ഗോ ദെയർ. ആൻസർ വെൻ ഡിഡ് യു ഗോ ദെയർ. അതിൻ്റെ ആൻസർ ആണ് ഐ വെന്റ് ദെയർ യെസ്റ്റർഡേ. ക്വസ്റ്റ്യൻ നമ്പർ 90. ഡാഷ് ഓഫ് ലേഡീസ്. പിക്ക് ഔട്ട് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ. ഓപ്ഷൻ എ, ബെഞ്ച്. ഓപ്ഷൻ ബി, ബെവി. ഓപ്ഷൻ സി, സ്വാംസ്. ഓപ്ഷൻ ഡി, ബ്രൂഡ്. ആൻസർ ബെവി, BEVY, ബെവി ഓഫ് ലേഡീസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 91 മുതൽ മലയാളമാണ്. ശരിയായ പദമേത്? അമാത്യൻ. അതിൻ്റെ ഓപ്ഷൻ ബി ആണ് അമാത്യൻ. തായാണ്, തത്ത എന്നുള്ളത് തായാണ് അവിടെ വരേണ്ടത്. അമാത്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 92. വാക്യം ശുദ്ധീകരിക്കുക. അപ്പോൾ ഇതിൽ 4 സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അതിലും സ്പെല്ലിങ്ങിൻ്റെ അഡ്ജസ്റ്റ് ചെയ്താൽ സ്പെല്ലിങ്ങിൻ്റെ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്താൽ ഓപ്ഷൻ ഡി, ദുരാരാധ്യരായവർ കപടരും കഠിനഹൃദയരും പെട്ടെന്ന് ക്രുദ്ധരാകുന്നവരുമാണ്. ഓപ്ഷൻ ഡി ആയിട്ടുള്ളതാണ്. ദുരാരാധ്യരായവർ കപടരും കഠിനഹൃദയരും പെട്ടെന്ന് ക്രുദ്ധരാകുന്നവരുമാണ്. ആ ദുരാരാധ്യരായവർ എന്നുള്ളതിൻ്റെ സ്പെല്ലിങ്ങൊക്കെ ശ്രദ്ധിക്കണം. ക്രുദ്ധരാകുന്നവരുമാണ്, അതിൻ്റെയും സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 93. നീലോൽപ്പല മിഴിമാർ എന്ന പദത്തിൻ്റെ ശരിയായ വിവക്ഷ എന്ത്? ഓപ്ഷൻ എ, നീലോൽപ്പലത്തിൻ്റെ മിഴിമാർ. ഓപ്ഷൻ ബി, നീലോൽപ്പലത്തിൻ്റെ മിഴികളുള്ളവർ. ഓപ്ഷൻ സി, നീലോൽപ്പലത്തിനു സമമായ മിഴികളോട് കൂടിയ സ്ത്രീകൾ. ഓപ്ഷൻ ഡി, നീല നിറമുള്ള ഉൽപ്പല മിഴികളുള്ള സ്ത്രീകൾ. ആൻസർ ഓപ്ഷൻ സി, നീലോൽപ്പലത്തിനു സമമായ മിഴികളോട് കൂടിയ സ്ത്രീകൾ. ക്വസ്റ്റ്യൻ നമ്പർ 94. നദി എന്ന പദത്തിൻ്റെ പര്യായ പദമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, സരസ്. ഓപ്ഷൻ ബി, തരങ്കിണി. ഓപ്ഷൻ സി, തടിനി. ഓപ്ഷൻ ഡി, വാഹിനി. ആൻസർ സരസ്. നദി എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് സരസാണ്. ക്വസ്റ്റ്യൻ നമ്പർ 95. അചഞ്ചലം എന്ന പദത്തിൻ്റെ ശരിയായ വിപരീത പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ, നിർജീവം. ഓപ്ഷൻ ബി, ചഞ്ചലം. ഓപ്ഷൻ സി, ചപലം. ഓപ്ഷൻ ഡി, ചഞ്ചം. ആൻസർ ചഞ്ചലം. അചഞ്ചലത്തിൻ്റെ വിപരീതം ചഞ്ചലം. ക്വസ്റ്റ്യൻ നമ്പർ 96. മണ്ണിനടിയിൽ പൊന്നമ്മ. ഈ കടങ്കഥ ലക്ഷ്യമാക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ, ചേന. ഓപ്ഷൻ ബി, ചേമ്പ്. ഓപ്ഷൻ സി, മഞ്ഞൾ. ഓപ്ഷൻ ഡി, കിഴങ്ങ്. ആൻസർ മഞ്ഞൾ. മണ്ണിനടിയിൽ പൊന്നമ്മ. ഈ കടങ്കഥ ലക്ഷ്യമാക്കുന്നത് എന്തിനെയാണ്? മഞ്ഞളിനെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 97. പിരിച്ചെഴുതുക. പ്രതിദിനമനുപമമാമി യാരാധികയുടെ പ്രേമോപഹാരം. ഇതിനെ പിരിച്ചെഴുതുമ്പോൾ പ്രതി അധികം ദിനം അധികം അനുഭവം അധികം ആം അധികം ഈ അധികം ആരാധികയുടെ അധികം പ്രേമ അധികം ഉപഹാരം. അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കി തന്നെ ഓപ്ഷൻ ബി എഴുതുക. അങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 98. കളേബരം എന്ന പദത്തിനു സമാനമായ പദം എഴുതുക. ഓപ്ഷൻ എ, ശരീരം. ഓപ്ഷൻ ബി, ശബ്ദം. ഓപ്ഷൻ സി, വസ്ത്രം. ഓപ്ഷൻ ഡി, മാധുര്യം. ആൻസർ ശരീരം. കളേബരം എന്ന പദത്തിനു സമാനമായ പദം ശരീരം. ക്വസ്റ്റ്യൻ നമ്പർ 99. അഭിനേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം ഏത്? ഓപ്ഷൻ എ, വനിത അഭിനേതാവ്. ഓപ്ഷൻ ബി, സ്ത്രീ അഭിനേതാവ്. ഓപ്ഷൻ സി, നടി. ഓപ്ഷൻ ഡി, അഭിനേത്രി. ആൻസർ അഭിനേത്രി. അഭിനേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം അഭിനേത്രി. ക്വസ്റ്റ്യൻ നമ്പർ 100. മേക്ക് ഹേ വെൻ ദ സൺ ഷൈൻസ് എന്ന പഴഞ്ചൊല്ലിന് ഏറ്റവും മികച്ച തർജ്ജമ തിരഞ്ഞെടുക്കുക. അതിൻ്റെ ആൻസറായിട്ട് പറയാം, വെയിലുള്ളപ്പോൾ വൈക്കോൽ അഥവാ കച്ചി ഉണക്കുക. മേക്ക് ഹേ വെൻ ദ സൺ ഷൈൻസ്. വെയിലുള്ളപ്പോൾ വൈക്കോൽ അഥവാ കച്ചി ഉണക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ. അപ്പോൾ മാത്സ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐകാർഡിൽ കൊടുക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇതോടെ കംപ്ലീറ്റ് ആയി. അടുത്ത ദിവസം അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാം. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.